തെളിയിക്കാനായിട്ടാണ്. പ്രതിഷേധത്തിൻ്റെ ഒരു ജ്വാല ഇത് വട്ടിയൂർക്കാവിൽ നിന്ന് തുടങ്ങി കേരളം മൊത്തം ഒരു പ്രതിഷേധാഗ്നിയായിട്ട് പടരണം. കാരണം നമ്മുടെ കേരളം, കുഞ്ഞു കേരളം ഭരിച്ച് തുലയ്ക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് വീണ്ടും ഈ വികസന മുരടിപ്പും ജനങ്ങളെ ചതിക്കുന്നതും ക്ഷേത്രക്കൊള്ളയും ഒക്കെ വീണ്ടും എങ്ങനെ തുടരാം എന്നതിനെക്കുറിച്ചുള്ള പദ്ധതികൾ രഹസ്യമായിട്ട് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണിപ്പോൾ നടക്കുന്നത്. അത് ജനങ്ങൾ അറിയുന്നില്ല. നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ ഇതൊക്കെ ചില മാധ്യമങ്ങൾ കണ്ണിൽ പൊടിയിട്ട് പരത്തുന്ന വാർത്തകൾ വിശ്വസിച്ചുകൊണ്ട് കഴിഞ്ഞ 75 വർഷമായി മാറി മാറി ഇടതുപക്ഷം, വലതുപക്ഷം, LDF, UDF എന്ന് പറഞ്ഞ് വോട്ട് കുത്തി ജയിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഇന്നിപ്പോൾ കേരളത്തിന് കിട്ടിയിരിക്കുന്ന ഭാരിച്ച കടം, നമ്മുടെ ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് ലക്ഷക്കണക്കിന് കടബാധ്യതയോട് കൂടിയാണ്. കോടിക്കണക്കിന് രൂപയുടെ 5000 ലക്ഷം കോടി രൂപയുടെ കടത്തിൽ മുങ്ങിക്കിടക്കുന്ന സംസ്ഥാനം. ഇത് ഇന്നും പത്രത്തിൽ എഴുതിയിരിക്കുന്നു 1000 കോടിയും കൂടെ കടമെടുക്കാൻ പോകണമെന്ന്. ഈ കടമൊക്കെ എവിടെ ചെന്ന് തീർക്കുമെന്ന് അറിയില്ല. ഭാരതീയ ജനതാ പാർട്ടി രാജ്യം മുഴുവനും ഇപ്പോൾ പതാക ഉയർത്തി, നമ്മുടെ കുങ്കുമഹരിത പതാക പരത്തി വികസനം എന്ന് പറയുന്ന വലിയ പ്രക്രിയ നടത്തി ജനങ്ങൾക്ക് എല്ലാവർക്കും നന്മ ഉണ്ടാക്കി ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന സമയമാണ്. ലോകരാഷ്ട്രങ്ങളുടെ ഏറ്റവും മുന്നിൽ ഉയർന്നു നിൽക്കുന്ന തലയെടുപ്പോടുകൂടി നമ്മുടെ സംസ്കാരത്തെ, പൈതൃകത്തെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജനത്തിന് ഉന്നമനം വരുത്തിക്കൊണ്ട് എല്ലാ കോണുകളിലും വൈദ്യുതിയും വെള്ളവും പാചകവാതകവും ഒക്കെ എത്തിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി തിളങ്ങി നിന്നുകൊണ്ട് ഭരിക്കുമ്പോൾ കേരളം മാത്രം ഇപ്പോഴും ഇരുട്ടിൽ പെട്ടുകിടക്കുകയായിരുന്നു. കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ തിരുവനന്തപുരത്ത് നമ്മൾ തെളിയിച്ചു, ഇവിടെയും താമര വിരിയും എന്ന് നമ്മൾ തെളിയിച്ചു കൊടുത്തു. ഭാരതത്തിൽ എല്ലാവർക്കും ഇപ്പോൾ അഭിമാനമാണ് തിരുവനന്തപുരത്തിൻ്റെ BJPയുടെ വളർച്ചയെ ഓർത്തുകൊണ്ട്. അതുകൊണ്ടാണ് ഇവിടെയുള്ള മേയർ അടക്കം ഡെപ്യൂട്ടി മേയറും കൗൺസിലർമാരും എല്ലാവരും കൂടെ ഡൽഹി വരെ യാത്ര ചെയ്ത് എല്ലാ സംസ്ഥാനങ്ങളിലും അവർക്ക് സ്വീകരണം ഒരുക്കിക്കൊണ്ട് ഡൽഹിയിൽ നമ്മുടെ പ്രധാനമന്ത്രിയെ മാത്രമല്ല രാഷ്ട്രപതിയെയും വിവിധ മന്ത്രിമാരെയും ഒക്കെ സന്ദർശിച്ച് ആശയവിനിമയം നടത്തി തിരിച്ചു വന്നിരിക്കുന്നത്. ഇത് നമ്മൾ തെളിയിച്ചു കൊടുത്തെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തെളിയിക്കാൻ സാധിക്കും ഇത് കേരളത്തിൽ എവിടെയും സാധ്യമാണ് എന്ന്. കേരളം മുഴുവൻ ഇനിയിപ്പോൾ ഇതിൻ്റെ പാതയിലേക്ക് നോക്കി നിൽക്കുകയാണ്. നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഇല്ലാത്തത് വികസനമില്ലായ്മ, സുരക്ഷിതമില്ലായ്മ, ആചാര ലംഘനം. ഇത് മൂന്നും ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ തിരുത്താനാകൂ. ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പു തരുന്ന 3 കാര്യങ്ങളാണ്: വികസിത കേരളം, സുരക്ഷിത കേരളം, ആചാര സംരക്ഷണം എന്നീ 3 കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ശ്രീ മണികണ്ഠൻ പറഞ്ഞു എന്തുകൊണ്ടാണ് വട്ടിയൂർക്കാവ് എന്ന്. കാരണം ഇവിടെ ഇപ്പോൾ നിങ്ങൾ ജനം മുഴുവനും കണ്ടതാണ്, ഒരു MLA പഴയ ഒരു മേയറായിട്ടിരുന്നപ്പോൾ ചെയ്തു കൂട്ടിയ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. അദ്ദേഹം വെറും ഒരു മുഖംമൂടി അണിഞ്ഞുകൊണ്ട് പുറകിൽ നിന്ന് എന്തൊക്കെയോ കുരുത്തക്കേടുകൾ കാട്ടിക്കൂട്ടി അതെല്ലാം സാമൂഹ്യ മാധ്യമങ്ങൾ വഴി തെറ്റായ പ്രചരിപ്പിച്ചുകൊണ്ട് കോവിഡിൻ്റെ സമയത്ത് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള സകലതും എടുത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ആണ് എന്നുള്ള ധാരണയിൽ വലിയ പേരുണ്ടാക്കി മേയർ ബ്രോ എന്നൊക്കെ പറഞ്ഞ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പേരെടുത്ത് ആ ഒരു പേരിൻ്റെ പുറത്ത് ജയിച്ചു വന്ന MLA ആണ് അദ്ദേഹം. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതും അതേ പ്രശ്നത്തിലാണ്. ഇതുപോലെയുള്ള പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ട് വികസനം എന്ന് പറഞ്ഞപ്പോൾ ഈ കെട്ടിടം പോലും പറഞ്ഞല്ലോ, വികസനം എന്നുള്ള പുകമറ സൃഷ്ടിച്ചുകൊണ്ട്. അതാണല്ലോ നമ്മുടെ ഈ LDF ഭരണത്തിൻ്റെ തന്നെ ഒരു രീതി. പുറമേ കാണിക്കും ഇതാണ് ഇതാണ് മറ്റതാണ് എന്ന് ജനങ്ങളെ പറ്റിക്കാനായിട്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞ് ഇവിടെ അതിദാരിദ്ര്യരില്ലാത്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ പത്രമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ്, സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ വരെ അതിദാരിദ്ര്യ പട്ടിണി പാവങ്ങൾ വീടുമില്ലാതെ ഭക്ഷണവുമില്ലാതെ റേഷൻ കാർഡ് പോലും ഇല്ലാതെ നരകയാതന അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും
കേരളത്തിലുണ്ട്. ഒരു പട്ടയം പോലും കിട്ടാത്തവരുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രഹസനം, ഇതെല്ലാം മുഖംമൂടി, വെറുതെ ഒരു പറ്റിക്കാനായിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടി ഇട്ടുകൊണ്ട് നടത്തുന്ന കുറേ പ്രഖ്യാപനങ്ങളാണ്. അതിപ്പോൾ ഇലക്ഷൻ, നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. 2-3 മാസത്തിനകം നമ്മുടെ നാട് മൊത്തം അതിൻ്റെ ചൂടിലായിരിക്കും. അപ്പോഴായിരിക്കും ഇതുപോലെയുള്ള കണ്ണിൽ പൊടിയിടുന്ന വികസന പ്രക്രിയകൾ. ഇപ്പോൾ ബോർഡ് വെച്ചിട്ടുണ്ട് വട്ടിയൂർക്കാവ് നിരന്തരം. MLAക്ക് 1500 കോടിയുടെ വികസനം ഇവിടെ നടത്തി. എവിടെ നടത്തി? നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഏതെങ്കിലും വികസനം എവിടെയെങ്കിലും ഉണ്ടോ? എത്രയോ പേർക്ക് വീട് വെച്ച് കൊടുത്തു, എത്രയോ പേർക്ക് എത്രയോ വികസനങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ റോഡിൽ ഇപ്പോഴും പൊട്ടലും കുഴിയുമാണല്ലോ. എവിടെയെങ്കിലും കുടിവെള്ളം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? പൈപ്പ് പൊട്ടാത്ത ഏതെങ്കിലും സ്ഥലമുണ്ടോ? ഈ മേൽപ്പാലം വരുമെന്ന് പറഞ്ഞ പേരൂർക്കടയിൽ എത്രമാത്രം പ്രാവശ്യമാണ് DPR മാറി മാറി എഴുതിയത്. അതിനു വേണ്ടി കാശ് ചെലവാക്കുന്നതല്ലാതെ എന്തെങ്കിലും വികസനം നടന്നിട്ടുണ്ടോ? കണ്ണിൽ പൊടിയിട്ട് വികസനം എന്ന് പറഞ്ഞ് നടക്കാനല്ലാതെ യാതൊരു വികസനവും നടക്കാത്ത വളരെ ശോചനീയമായ അവസ്ഥയിലുള്ള പേരൂർക്കട ഹോസ്പിറ്റൽ, ഇവിടെയുള്ള സ്കൂളുകൾ, LP സ്കൂളുകൾ, ഇവിടെ പൂട്ടിക്കിടക്കുന്ന പോളിടെക്നിക്ക്, ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ വേണമെങ്കിൽ ലക്ഷക്കണക്കിന് എടുത്ത് പറയാം. പേരൂർക്കട, വട്ടിയൂർക്കാവ്, കവടിയാറ്, വെള്ളയമ്പലമല്ല, ശാസ്തമംഗലം, എൻ്റെ വാർഡ്, അവിടെ പോലും അദ്ദേഹം കാട്ടിക്കൂട്ടിയിരുന്ന അഴിമതികൾ എന്ന് പറയുന്നത് 7 വർഷമായിട്ട് നഗരസഭയുടെ ഒരു കെട്ടിടം വെറും തുച്ഛമായ 800 രൂപയ്ക്ക് 3000 സ്ക്വയർ ഫീറ്റ് കെട്ടിടം, വൈദ്യുതിയും കൊടുക്കാതെ 2 AC പ്രവർത്തിച്ചിരുന്നു. അവിടെ വൈദ്യുതി ബില്ല് അടച്ചിട്ടേയില്ല ഒരു പ്രാവശ്യം പോലും. അത് കൗൺസിലറിൻ്റെ കെട്ടിടമായ ആ സ്ഥലം കയ്യേറി അനുഭവിച്ചുകൊണ്ടിരുന്ന ആളാണ് ശ്രീ VK പ്രശാന്ത്. അങ്ങനെയുള്ള ഒരു MLA എന്തും ചെയ്യില്ലേ? ഒരു വെറും തുച്ഛമായ തുകയ്ക്ക് ഒരു കൗൺസിലറിന് അവകാശപ്പെട്ട കെട്ടിടം മുഴുവനും എടുത്ത് അതിൻ്റെ വെള്ളവും അതിൻ്റെ വൈദ്യുതിയും ഒന്നും അടയ്ക്കാതെ വർഷങ്ങളോളം ഇരുന്ന ആ ഒരു വ്യക്തി, അദ്ദേഹത്തിൽ നിന്ന് എന്ത് നന്മയാണ് അല്ലെങ്കിൽ എന്ത് നല്ല പ്രവർത്തനമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാനാവുക? അതുകൊണ്ട് കണ്ണു തുറന്ന് കാണൂ, ദയവ് ചെയ്ത് ഇവിടെയുള്ള മുരടിപ്പ് കണ്ണു തുറന്ന് കാണൂ. നമ്മുടെ ശബരിമലയിൽ നടക്കുന്ന കൊള്ള കാണൂ. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് നടത്തിയ 8 കോടിയുടെ ആഗോള കൊള്ള നമ്മളെല്ലാവരും കണ്ടതാണ്. അതിപ്പോൾ ഇന്നത്തെ ഒരു തിരിച്ചടി വന്നിരിക്കുന്നത് യുവതീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വക്കീല് സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞ് യുവതീ പ്രവേശനം നടത്തണം എന്ന് പറഞ്ഞ അതേ വക്കീലന്മാർ ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് അത് നിർബന്ധമില്ല എന്ന്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കേന്ദ്ര സർക്കാരിൻ്റെ സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് യുവതീ പ്രവേശനം എന്ന് പറയുന്നതിനോട് എതിർപ്പുണ്ട്, അതുകൊണ്ട് ഈ ഹർജി പുനഃപരിശോധിച്ച് പുനർവിധി നിർണ്ണയിക്കണം എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൻ്റെ മറുപടി ചോദിച്ചപ്പോൾ അതിന് ഇതുവരെ ഞങ്ങൾക്കെതിരായിരുന്നു, ഇപ്പോൾ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് മാറി. എന്തുകൊണ്ടാണ് അങ്ങനെ? ഈ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി കൊണ്ട് നടത്തുന്ന ഒരു പ്രഹസനം എന്നതിനല്ലാതെ വേറൊരു ഉത്തരവും ഇതിനു വേണ്ടി പറയാനാവില്ല. ഏകദേശം 33.5 കിലോ സ്വർണം ആണ് സ്വർണ്ണപ്പാളികളിൽ നിന്നും കട്ടിളപ്പാളി, നമ്മുടെ വാതിൽ പാളിയിൽ നിന്നും വാജിവാഹനത്തിൽ നിന്നും ഒക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് ദേവസ്വം ബോർഡും അതിന് കൂട്ടുനിന്ന ദേവസ്വം മന്ത്രിയും ഈ സംസ്ഥാന സർക്കാരും എല്ലാവരും കൂടെ ചേർന്ന് ഇപ്പോൾ പറയുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലെ കൊള്ള നടന്നിട്ടുണ്ടെന്നാണ്. നമ്മുടെ ഏറ്റുമാനൂരപ്പനെ വരെ വെളിയിലൊന്നും പോകേണ്ട, അകത്ത് തന്നെ വെച്ച് അദ്ദേഹത്തിൻ്റെ പല സ്വത്തുക്കളും കൊള്ള ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ അതുപോലെ കൊള്ള നടന്നുകൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള സകല അമ്പലങ്ങളിലും ആചാര ലംഘനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യുവതീ പ്രവേശനം പോലും വലിയ ഒരു ആചാര ലംഘനമായിരുന്നു. അതുപോലെ ഭക്തിയില്ലാത്ത, ദൈവവിശ്വാസമില്ലാത്ത ഒരു കൂട്ടം കാട്ടാള സംഘം, കുറുവ സംഘം എന്ന് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർജി പറയുന്ന കുറുവ സംഘം എന്ന് പറയുന്ന ആ താണ നിലയിലേക്ക് പോയിരിക്കുന്ന ഈ സംഘമാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. ഈ ഇന്ത്യ മുന്നണിയുടെ മണിശങ്കർ അയ്യർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ തന്നെ വക്താവ് ഇന്ന് പറഞ്ഞത് എന്താണ്? വീണ്ടും പിണറായി ഭരണം 3ാം വട്ടവും വരുമെന്ന്. അപ്പോൾ കോൺഗ്രസിൻ്റെയും കൂടെ അറിവോടുകൂടിയാണ് പിണറായി ഭരണം ആദ്യ വട്ടവും 2ാം വട്ടവും വന്നത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ കുറ്റസമ്മതമാണ് ഇന്ന് ആ മൊഴിയിലൂടെ നമ്മൾ ആ വാർത്തയിലൂടെ കാണുന്നത്. അതുപോലെ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് രണ്ടുപേരും കൂടെ കൈ കോർത്ത് നിന്നുകൊണ്ട് ഏറ്റവും വിഡ്ഢി എന്ന് വിളിക്കുന്ന പപ്പു എന്ന് എല്ലാവരും പുച്ഛിച്ച് വിളിക്കുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കോൺഗ്രസ് കേരളത്തിലോ ഭാരതത്തിലോ ഇനി സ്ഥാനമില്ല. ഇനി അവർക്ക് ഇവിടെ വരാനോ ഭരിക്കാനോ സാധിക്കില്ല എന്നത് നമ്മൾ ഉറപ്പാക്കിയ കാര്യമാണ്. അവർക്ക് കഴിഞ്ഞ